ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നൊരു സിമ്പിൾ വാൾ ഡെക്കറാണ് കേട്ടോ, പേപ്പേഴ്സ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഞാനിവിടെ മാഗസീൻ എടുത്തിട്ട് അത് നടുവേ മുറിച്ച് ഇതുപോലെ പേപ്പർ റോൾസ് ഉണ്ടാക്കി എടുക്കുകയാണ്. ഞാനിവിടെ 11 പേപ്പർ റോൾസാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനുശേഷം ഇങ്ങനെ 11 എണ്ണം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ വെക്കുന്നത് പോലെ ഇതുപോലെ വെക്കുക. ഈ വീതി 5 എണ്ണം, താഴോട്ട് 6 എണ്ണമാണ് നമ്മൾ വെക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇതുപോലെ നമ്മൾ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം. ഇപ്പോൾ ഫെവിക്കോളോ ഏത് പശയെങ്ങാനും വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഈ ഒരു രീതിയിൽ ഒട്ടിച്ചെടുക്കുക. ഈ രീതിയിൽ വെച്ചെടുത്തിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. ഞാനിവിടെ ആദ്യം ഫെവി ഗമ്മ് ഇതൊന്ന് വെച്ച് കൊടുത്തിട്ട് പിന്നെ ഫ്ലസ് ക്യൂക്ക് വെച്ചിട്ടാണ് ഞാൻ ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നാലും നന്നായിട്ട് ഇത് ഒട്ടി കിട്ടുള്ളൂ. നന്നായിട്ട് ഒട്ടിയിട്ടേ നമുക്കിത് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇത് ഒട്ടിക്കുന്ന സമയം കൊണ്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഫ്രണ്ട്സ്. നമ്മൾ വീട്ടിൽ വെക്കേഷനൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒട്ടിച്ച് ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ ഒട്ടിക്കുന്നതിന് മുമ്പ് ഓരോ സ്റ്റിക്കിന് ഇങ്ങനെ പെയിൻറ്റ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിന് ബ്ലാക്ക് പെയിൻറ്റ് കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻറ്റ് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ബ്ലാക്ക് പെയിൻറ്റാണ് കൊടുക്കുന്നത്, അക്രിലിക് പെയിൻറ്റാണ്. അപ്പോൾ നമുക്കിതിന് ഫുള്ളി ഒന്ന് ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിന് ഫുള്ള് ബ്ലാക്ക് കളർ പെയിൻറ്റ് കൊടുത്തിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇനി നമുക്ക് വേണ്ട എന്തെങ്കിലും ഒരു ചെറിയൊരു ബോക്സാണ്. നിങ്ങൾക്ക് ഇപ്പം മരുന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ബോക്സ് എടുക്കാം, അങ്ങനെ എന്തെങ്കിലും എടുക്കാം കേട്ടോ. ഈ ഫെയർ ആൻഡ് ലവ്ലി ക്രീമൊക്കെ നമുക്ക് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഇതുപോലത്തെ ബോക്സൊക്കെ എടുക്കാം. ഞാനിവിടെ എടുക്കുന്ന ബോറിക് ആസിഡൊക്കെ വാങ്ങിച്ചപ്പോൾ കിട്ടിയ ഒരു സംഭവമാണ് ഒരു ബോക്സ്. ഇതുപോലത്തെ ഏത് ബോക്സ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു ബോക്സ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ബേസിന് കണക്കാക്കിയിട്ടുള്ള വലുപ്പത്തിനുള്ളത് എടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരെണ്ണം എടുത്തിട്ട് അതിൻ്റെ വശങ്ങളൊക്കെ ഒന്ന് മുറിച്ച് കൊടുത്ത് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് പേപ്പർ ഒട്ടിച്ചു കൊടുത്ത് ഒന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ. ഇത് അപ്പോൾ ഞാൻ ഈ ബോക്സ് ഒരു ബ്രൗൺ കളർ പേപ്പർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഈ ബേസിൽ ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. കറക്റ്റ് നമ്മളൊരു ഡയമണ്ട് ഷേപ്പിൽ വെച്ചിട്ട് അതിൻ്റെ ഒരു താഴെയായിട്ടാണ് നമ്മളിത് ഒട്ടിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് ഞാനിവിടെ ഫ്ലസ് ക്യൂക്ക് വെച്ചിട്ടാണ് ഇത് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി ഞാനിവിടെ നമ്മളിനി ഇതിനകത്ത് ഫ്ലവേഴ്സാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിലോട്ടൊരു കുറച്ച് കടലാസ് ഇങ്ങനെ മടക്കി ചുരുട്ടി അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ വട്ടത്തിൽ കുറച്ച് പേപ്പേഴ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു വട്ടം എടുത്ത് ഇതുപോലെ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുക. പലർക്കും അറിയാമായിരിക്കും ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ പെറ്റൽസ് പോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ ചുറ്റും നമ്മൾ ഈ റൗണ്ടിൽ കട്ട് ചെയ്തതുപോലെ തന്നെ അതിൻ്റെ ചുറ്റും ഇതുപോലെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഫുള്ളായിട്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ പെറ്റൽസ് പോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലുള്ള സ്കെച്ച് വെച്ചിട്ട് അതിൻ്റെ അറ്റത്ത് മാത്രം ഇതുപോലെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ പല കളേഴ്സിലുള്ള സ്കെച്ച് വെച്ചിട്ട് ഇതുപോലെ ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ റെഡ് കളർ വെച്ചിട്ടൊന്ന് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ അറ്റത്ത് മാത്രം നമ്മൾ ഇതിന് ശേഷം ഇതൊന്നിങ്ങനെ റോൾ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അറ്റം മാത്രമേ കാണുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ വൈറ്റ് ആയിട്ട് തന്നെ വെക്കാം. ഇപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ അറ്റത്ത് വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കളർ പേപ്പേഴ്സ് വെച്ചിട്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അറ്റത്ത് മാത്രം. ഇതുപോലെ ഞാൻ കുറേ അധികം കളേഴ്സ് കുറച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. യെല്ലോ, ബ്ലൂ, പിങ്ക് അങ്ങനത്തെ കുറച്ച് കളേഴ്സ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക.
അതിനുശേഷം നമ്മൾ ഈ അവസാനമുള്ള ഭാഗത്ത് നമുക്കൊന്ന് ഗം വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ടൊരു ക്യൂട്ട് ഫ്ലവർ കിട്ടും. അപ്പോൾ ഇതുപോലെ നമുക്കെല്ലാം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ഞാനിവിടെ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേറെ രീതിയിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ട് നമുക്ക് ആ ബേസിലേക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിത് ഇവിടെ പല കളേഴ്സിൽ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ. അപ്പോൾ നമുക്കിനി ഇത് അതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ് ഞാൻ. അപ്പോൾ നമുക്ക് ആ ബേസ് എടുത്തിട്ട് അതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അത് ഈ ഒരു ഫ്ലവേഴ്സ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് അതിനകത്ത് കുറച്ച് ഇത് ചുരുട്ടിയിട്ട് വെച്ച് കൊടുത്തത് കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ പശ തേച്ചിട്ട് ആ ഒരു പേപ്പറിലേക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ഈ ചുരുട്ടി ഉള്ളിലേക്ക് വെച്ചിരിക്കുന്ന പേപ്പേഴ്സ് വെച്ച് നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഞാനിവിടെ ആദ്യം ഫെവിഗം വെച്ചിട്ടാക്കിയിട്ട്, ഇത് പേപ്പർ ആയതുകൊണ്ടാണ് ഞാനിത് ആദ്യം ഫ്ലസ് ക്യൂക്ക് ആക്കാത്തത്. നമ്മൾ കുറച്ച് ഫെവിഗം ആക്കി കൊടുത്തിട്ട് ഞാനിത് ഫ്ലസ് ക്യൂക്ക് വെച്ചിട്ട് എല്ലാ ഫ്ലവേഴ്സും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഫ്ലവേഴ്സൊക്കെ ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ഒരു ബുക്കിൻ്റെ ചട്ടയിൽ നിന്ന് ലീവ്സ് കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് ഒരു ഗ്രീൻ കളർ പെയിൻറ്റ് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അവിടെ ഇവിടെയൊക്കെ ഞാൻ അധികം ലീവ്സ് വെച്ച് കൊടുത്തിട്ടില്ല, കുറച്ച് 2-3 എണ്ണേ വെച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലെ കുറേ ലീവ്സൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ലീവ്സും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സംഭവം ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബേസിനകത്ത് കുറച്ച് ബീഡ്സൊക്കെ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ബീഡ്സ് ഒന്നും ഒട്ടിച്ച് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് അതൊക്കെ ഒട്ടിച്ച് കൊടുത്ത് വേണമെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയാക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഈ ചട്ടയിൽ നിന്ന് കുറച്ച് ലീവ്സ് കട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വോൾ ഡെക്കർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.